ഇതാണ് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലത്തിനടുത്തുള്ള കടാങ്കോട്ട് മാക്കത്തിൻ്റെ തറവാട് വീടാണ്. അപ്പം മാക്കത്തെ വധിക്കുമ്പോൾ ആദ്യത്തെ തറവാട് കത്തി നശിച്ചിനട്ടാ. അപ്പോൾ അതിനുശേഷം ഉണ്ടായതാണ്. അപ്പോൾ ഇതാണ് കുഞ്ഞിമംഗലം കടാങ്കോട്ട് മാക്കത്തിൻ്റെ കാവട്ട. അപ്പോൾ കാവിൽ നിന്ന് മാക്കം നേരെ തറവാട് വീട്ടിലേക്കാണ് വരുന്നത്. തറവാട് വീട്ടിലേക്ക് ഫസ്റ്റ് വന്ന ഉടനെ തന്നെ കിണറിലേക്കാണ് പോകുന്നത്. അപ്പോൾ കിണറിലാണല്ലോ മാക്കത്തെ വധിച്ചത്. നമ്മളെല്ലാവരും മാക്കത്തിൻ്റെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനുശേഷം മാക്കം തറവാട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറും. അപ്പോൾ കയറിയതിന് ശേഷം മാക്കം പുറത്തു വന്നതിന് ശേഷം ഇതണക്ക ഭക്തജനങ്ങൾക്ക് ഇതണക്ക കുറിയൊക്കെ കൊടുക്കട്ട. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുശേഷം മാക്കം വീണ്ടും നേരെ കാവിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കളിയാട്ടം കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ചാലക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മാവേലൻ എന്ന് പറയും, നമ്മുടെ മാക്കത്തിന് വഴി കാണിച്ചു കൊടുത്ത മാവേലൻ. അതുപോലെ തന്നെ മാക്കത്തിൻ്റെ തറവാട് വീട്ടിൽ നിന്ന് മാക്കവും മാക്കത്തിൻ്റെ മക്കളും അതുപോലെ തന്നെ മാവേലനും കൂടിയിട്ട് ഇങ്ങനെ ഒരു കൂടിയാട്ടം ഉണ്ടാകുന്നതാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർദ്ധമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം കടാങ്കോട്ട് മാക്കം. അപ്പോൾ അവിടെ നിന്ന് കളിയാട്ടാണ് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് മാക്കത്തിൻ്റെ ആ ഒരു പഴയ ആ തറവാട് വീടില്ലേ, അപ്പോൾ ആദ്യത്തെ തറവാട് വീട് എന്ന് പറഞ്ഞാൽ കത്തി നശിച്ചിനി. അപ്പോൾ അതിന് ശേഷം ഉണ്ടായ ആ ഒരു തറവാട് വീടില്ലേ, അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മാക്കത്തിയും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോകുന്നത് പറഞ്ഞാൽ ബസ്സിനാണ് കേട്ടോ. ബസ്സിന് പോയാൽ നമുക്ക് നേരെ എന്താ പറയുക, മാക്കത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻ്റ് ആണ് കേട്ടോ. മിമിക്രി ഉണ്ടാവും, ബ്ലോഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാം മിക്സ്ഡായ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പം അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബസ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സിന് നമുക്ക് കയറാം. എന്നിട്ട് നമുക്ക് നേരെ എന്താ പറയുക, കുഞ്ഞിമംഗലത്തേക്ക് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ബസ് വിട്ട് ഏകദേശം നമ്മുടെ പഴയങ്ങാടിൻ്റെ ആ ഒരു ഭാഗത്താനായി കേട്ടോ. അപ്പം ഞാനിപ്പോൾ കയറിയ ബസ് എന്ന് പറഞ്ഞാൽ ഹനുമാരമ്പലം ബസ്സാണ് കേട്ടോ. അപ്പോൾ ഹനുമാരമ്പലം പയ്യന്നൂർ ബസ്സാണ്. അപ്പോൾ അതങ്ങനെ കറക്റ്റ് നമുക്ക് എന്താ പറയുക, മാക്കത്തിൻ്റെ ആ ഒരു മുമ്പ് തന്നെ നിർത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഏകദേശം നമ്മുടെ പഴയങ്ങാടി എത്തി കേട്ടോ. അപ്പോൾ പഴയങ്ങാടി എത്താനായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ പഴയങ്ങാടി പുഴയുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു പഴയങ്ങാടി പുഴേൻ്റെ ആ ഒരു ഭാഗത്താനായി. അപ്പോൾ എന്താ ഈ ഒരു സൈഡിലാണ് നമ്മുടെ പഴയങ്ങാടി പുഴയുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഈ ഒരു സൈഡിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ് നമുക്ക് നേരെ എന്താ പറയുക, പഴയങ്ങാടി എത്തട്ടെ. ഇതാണ് നമ്മുടെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. ബസ് ഇവിടുന്ന് ഇങ്ങനെ വളയോട്ടാം. അപ്പം നമുക്ക് നേരെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് എത്താനായി. ഇനി ഇവിടുന്ന് ഇങ്ങനെ ബസ് ചെറുങ്ങനെ വളഞ്ഞിട്ട് നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 2 വഴി പോകട്ടാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പഴയങ്ങാടി ബസ്സിൽ നിന്ന് നമുക്ക് എന്താ പറയുക, പയ്യന്നൂർ ബസ് കയറിയിട്ട് എയിലോട് ഇറങ്ങിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ പോവാം കുഞ്ഞിമംഗലത്തേക്ക് കൂടി. അപ്പോൾ നമുക്ക് ത്രൂ ബസ് കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ത്രൂ ആയിട്ട് നമുക്ക് എന്താ പറയുക, മാക്കത്തിൻ്റെ നേരെ ആ ഒരു മുമ്പ് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം നമ്മളത് ഏകദേശം ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് ഈ ഒരു സൈഡിൽ കണ്ട, അപ്പോൾ ചെറിയൊരു ബോട്ടലിനെ കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവം കണ്ട, നല്ല രസമില്ലേ കാണാൻ തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ബോട്ടലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ബസ് ഇതാ ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ പോയി പഴയങ്ങാടിൽ നിന്ന് ഏകദേശം ബസ് ഇങ്ങനെ വിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ പുതുതായിട്ട് വന്ന നമ്മുടെ പഴയങ്ങാടിലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ആണ് ആ ഒരു സൈഡിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു കയറ്റം കയറാനാകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഭാഗം കണ്ട, ഇത് നേരെ നമ്മുടെ മാടായിപ്പാറയിൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് ചെറിയൊരു പോലീസ് സ്റ്റേഷനും കൂടി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇത് രാമപുരം എത്തി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, മുമ്പ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള ഉത്സവത്തിൻ്റെ എല്ലാം വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തില്ല കേട്ടോ ബസ്സിലുള്ള. അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ കുഞ്ഞിമംഗലത്തെത്തി മാക്കത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവിടുന്ന് ബസ് ഇറങ്ങിയാൽ കുറച്ച് നടക്കാണ്ട് കേട്ടോ, ഏകദേശം കുറച്ച് ദൂരം നടക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാക്കത്തിൻ്റെ ഈ ഒരു തറവാട് വീടാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ കാണുന്നത് ഈ കാവിൻ്റെ ഈ ഒരു സൈഡ് വശത്തായിട്ട് തന്നെ ആ ഒരു തറവാടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നേരെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കൊന്ന് തെയ്യത്തിനൊക്കെ കുറിയൊക്കെ കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചട്ടാ. അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ പറയുക, നമുക്ക് നേരെ എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ പോകട്ടാ. അപ്പോൾ ഇതാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ മാക്കത്തിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരുപാട് സിനിമയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവേലൻ എന്ന് പറയും. അപ്പം മാക്കത്തിന് എന്താ മുമ്പ് വഴി കാണിച്ചു കൊടുത്തത് മാവേലനാണ്.
അപ്പം അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം എന്താ പറയുക, നമുക്ക് നേരെ എന്താ പറയുക പോയിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ തെയ്യിങ്ങനെ കുറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല നല്ല ഒരുപാട് ഭക്തജനങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഓരോരോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ക്യൂ നിന്നൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് എടുത്ത് നമുക്കിത് ജസ്റ്റ് ഇതൊക്കെ ചോറ് വാങ്ങുക. അപ്പോൾ തൊട്ടപ്പുറം തന്നെ ഇതാ കറിയുണ്ട്. അപ്പോൾ എന്താ പറയുക, അടിപൊളി കറി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പുറം വേറെ കറിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കാവിലേക്ക് വന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ കുറി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മക്കത്തിൻ്റെ അടുത്ത് വന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യുമോ, നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനലാണ്. മിമിക്രി ഉണ്ടാവും, ബ്ലോഗ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെ എല്ലാം മിക്സ്ഡായ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ പറയുക, മാക്കം ഇനി ഇവിടെ നിന്ന് മാക്കത്തിൻ്റെ ആ തൊട്ടടുത്തുള്ള ആ തറവാടുണ്ട്. അതായത് കാവിൽ നിന്ന് നേരെ തറവാട് വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു തറവാട് വീട്ടിലേക്ക് നമുക്ക് പോകട്ടാം. അവിടുത്തെ ആ ഒരു ഇതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കാവിൻ്റെ സൈഡിലായിട്ട് തന്നെ തറവാടാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് മാക്കത്തിൻ്റെ തറവാട് വീട് കേട്ടോ. അപ്പോൾ കഥകളിലൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താ പറയുക, ആദ്യത്തെ മുമ്പുണ്ടായ ഫസ്റ്റത്തെ ആ ഒരു വീട് മാക്കത്തിനെ ആ ഒരു വധിക്കുന്ന ആ ഒരു സമയം ഫസ്റ്റ് ഉണ്ടായ ആ ഒരു തറവാട് കത്തി നശിക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം രണ്ടാമതുണ്ടായ അവരെടുത്ത ഒരു ഇതാണ് കേട്ടോ തറവാട്. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, സിനിമകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവിടത്തേക്കാണ് ഇനി കാവിൽ നിന്ന് മാക്കത്തിൻ്റെ തറവാട് വീടായ ഈ ഒരു വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. എല്ലാവരും എന്താ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാക്ക അവിടെ നിന്ന് നേരെ തറവാട് വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്താ പറയുക, തറവാടിൽ വീട്ടിലേക്ക് വന്നാലും ഫസ്റ്റ് പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കിണറിലാണ് കേട്ടോ. കിണർ നോക്കാനാണ് പോകുന്നത്. അപ്പോൾ മാക്കത്തിന് കിണറിലാണെന്നല്ലോ വധിച്ചിട്ടിട്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു കഥ കേട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക, നേരെ ആ ഒരു കിണർ നോക്കാനാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് നേരെ കിണറിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കിണർ. അപ്പോൾ ആ ഒരു കിണറിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ മുമ്പ് മാക്കത്തെ വധിക്കുമ്പോൾ ഈ ഒരു തറവാട് വീട്, മുമ്പുണ്ടായ തറവാട് വീട് കത്തി നശിച്ചിന് കേട്ടോ. അപ്പോൾ ആ ഒരു കഥ നമുക്ക് എന്തായാലും അറിയാമല്ലോ, സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ ഒരു കളിയാട്ടം കഴിഞ്ഞാൽ പിന്നെ മാക്ക ഇവിടെ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ചാലക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് അടുത്ത കളിയാട്ടം ഉണ്ടായാൽ. അപ്പോൾ ഇവിടുത്തെ കളിയാട്ടം തീർന്നാൽ മാക്കം പോകുന്നത് ചാലക്കാണ്. അപ്പോൾ എന്താ പറയുക, മാക്കത്തിൻ്റെ കഥ അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്ത വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കഥ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുഞ്ഞിമംഗലം കടാങ്കോട്ട് മാക്കത്തിൻ്റെ മാക്കവും അതുപോലെ തന്നെ മാക്കത്തിൻ്റെ മക്കളും ഈ ഒരു ഇങ്ങനെ കിണറിങ്ങനെ നോക്കും. എന്നിട്ട് ഇതാ ജസ്റ്റിന് കുറിയൊക്കെ വാരി എറിയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മാക്കത്തിൻ്റെ മക്കളും വന്നിട്ട് ഈ ഒരു കിണർ നോക്കും. എന്നിട്ട് നേരെ തറവാട് വീട്ടിലേക്ക് പോകും. അപ്പോൾ തറവാട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ തറവാട് വീട് എന്ന് കയറും കേട്ടോ. മാക്കത്തിൻ്റെ മക്കളൊക്കെ തറവാട് വീട് കയറും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു കിണറിലാണ് മാക്കത്തെ വധിച്ചത്. എങ്കിൽ ഈ ഒരു കിണറിലല്ല. അപ്പോൾ മാക്കത്തിൻ്റെ തറവാട് വീടാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് മാക്കത്തെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് മാക്കത്തിന് മനസ്സിലായി. എൻ്റെ മാക്ക ഇവിടെ നിന്നും മക്കളെയും കൂട്ടിയിട്ടാണ് ചാലക്ക് നടന്നു പോയത്. ഓരോരോ അമ്പലം കയറി ചാലക്ക് ഇങ്ങനെ നടന്ന് പോയത്. അപ്പോൾ ഒരു വീട്ടിലെത്തിയപ്പോൾ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് ചാലക്കുള്ള ഒരു വീട്ടിൽ നിന്ന് അപ്പോൾ കുഞ്ഞിമംഗലം കടാങ്കോട്ട് മാക്കത്തുനിന്ന് മക്കളെയും കൂട്ടി ഇങ്ങനെ നടന്ന് ഓരോരോ അമ്പലം കയറി ഇങ്ങനെ നടന്ന് ചാലക്കെത്തിയപ്പോൾ മാക്കത്തിൻ്റെ മക്കൾക്ക് ഭയങ്കര ദാഹിച്ചു.
അപ്പോൾ ഒരു വീട്ടിൽ കയറിയപ്പോൾ കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു വീട്ടുകാർ വീട്ടിൽ പോയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ പാലാണ് കേട്ടോ. അപ്പോൾ സാധാരണ കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ എടുത്തു കൊടുത്തത് പാലാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വധിക്കുന്ന കാര്യം മാക്കത്തിന് മനസ്സിലായതുകൊണ്ടാണ് മാക്കൻ അവിടെ നിന്ന് മക്കളെയും കൂട്ടിയിട്ട് മാക്ക ഇങ്ങനെ നടന്നു പോയത്. അപ്പോൾ അന്ന് വഴി കാണിച്ചു കൊടുത്തതാണ് മാവേലൻ എന്ന് പറയും, കാട്ടുജാതി. അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം വേണ്ട മാക്കം തറവാട് വീട്, ക്ഷേത്രത്തിൽ നിന്ന് നേരെ വന്ന് തറവാട് വീട്ടിലേക്ക് കയറുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം അങ്ങനെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാക്കത്തിൻ്റെ കുഞ്ഞിമംഗലത്തുള്ള ആ ഒരു തറവാട് വീട് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പം കുറി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാക്കം തറവാട് വീട്ടിൽ നിന്ന് കുറിയൊക്കെ കൊടുത്തതിന് ശേഷം തറവാട് വീടൊക്കെ കയറിയതിന് ശേഷം മാക്കം എന്താ പറയുക വീണ്ടും ആ ഒരു കാവിൽ വന്നിട്ട് വീണ്ടും ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞിമംഗലം കടാങ്കോട്ട് മാക്കത്തിൻ്റെ തെയ്യം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത തെയ്യം വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ചാലക്കാണ് കേട്ടോ. ചാലക്കാണ് അടുത്ത തെയ്യമുള്ളത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ആവാനായിട്ടുണ്ട്. അപ്പം മാക്കത്തിൻ്റെ എന്താ പറയുക ഫുൾ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയം ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല കേട്ടോ. ഒരുപാട് പറയാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.